ശരിക്കും പറഞ്ഞാൽ ഒരു അത്ഭുതം തന്നെയാണല്ലേ മാം എഴുത്തെന്ന് പറയുന്നത്. എല്ലാവർക്കും ഒരുപോലെ ലഭിച്ചിരിക്കുന്ന 51 അക്ഷരത്തിൽ നിന്നാണ് ഇത്രയധികം വ്യത്യസ്തങ്ങളായ കഥകളും കവിതകളും ലേഖനങ്ങളും. ശരിക്കും ഒരു അത്ഭുതം തന്നെയാണ് എഴുത്ത് അല്ലെങ്കിൽ അക്ഷരങ്ങളുടെ ഈ മായാലോകം എന്ന് പറയുന്നത്. ഇപ്പൊ ഏകദേശം 30 വർഷത്തിന് മുകളിലായി മാം ഈ ഒരു എഴുത്തിന്റെ ലോകത്തേക്ക് കടന്നു വന്നിട്ട്. ഇതിനിടയിൽ എപ്പോഴെങ്കിലും വേദനിപ്പിക്കുന്നതായിട്ട് അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ വേദനിപ്പിക്കുന്നതെന്ന് പറഞ്ഞാൽ അതേപോലെ ഞാൻ പ്രോത്സാഹിപ്പിച്ച് കൊണ്ടുവന്ന ആളുകള് നമ്മളെ തിരിഞ്ഞു കുത്തുമ്പോഴാണ് നമ്മളെ വിഷമം ഉണ്ടാവുക. കാരണം ഞാൻ അവർക്ക് അവതാരിക എഴുതി കൊടുക്കുന്നു, അവർക്ക് എല്ലാം ചെയ്യുന്നു, പക്ഷെ പുസ്തകം ആയിക്കഴിഞ്ഞാൽ അവർക്ക് നമ്മളെ വേണ്ട, ആ പുസ്തകം തരുകയില്ല. പിന്നെ അതുമല്ല അവര് വലിയ ആളായി ഒരു പുസ്തകം എഴുതിയാൽ അവര് ലോകം കീഴടക്കി എന്നുള്ള മട്ടിലാണ്. പക്ഷെ നമ്മൾ പറഞ്ഞു കൊടുക്കും അങ്ങനെയല്ല, അങ്ങനെ പാടില്ല. കാരണം ഒരു പുസ്തകം എഴുതിയാൽ നമ്മൾ എഴുത്തുകാരിയാവുന്നില്ല, അല്ലെങ്കിൽ നമ്മളൊരു ഓർമ്മക്കുറിപ്പ് എഴുതിയാൽ നമ്മൾ എഴുത്തുകാരിയാവുന്നില്ല. നമ്മളെ ആരാണ് എഴുത്തുകാരനാക്കുന്നത് അല്ല എഴുത്തുകാരിയാക്കുന്നത് സമൂഹമാണ്. അവര് പറയണം നിങ്ങൾ എഴുത്തുകാരിയാണെന്ന്. വർഷങ്ങളെ കൊണ്ടാണ് നമ്മളൊരു എഴുത്തുകാരിയായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റുള്ളൂ. ഒരു ദിവസം കൊണ്ട് ഒരു ബുക്ക് 2 ബുക്കൊന്നും എഴുതിയിട്ട് കാര്യമില്ല. അപ്പൊ എന്താ വെച്ചാൽ ഇത് എഴുതണമെങ്കിൽ നമ്മള് ഈ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്കൊരു ശൂന്യതാബോധം ഉണ്ടാവും. അപ്പൊ നമ്മള് ഈ ബാഹ്യലോകവും മനുഷ്യ മനസ്സവുമായിട്ടുള്ള ഒരു തെറ്റിപ്പിരിയലും, ഈ തെറ്റിപ്പിരിയൽ ഉണ്ടാവുമ്പോ നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് അതിൻ്റെ അന്ന് രക്ഷപ്പെടണം. അതിന്ന് നമ്മൾ രക്ഷപ്പെടാനാണ് ഒരു പ്രത്യാശയിലേക്കുള്ള ഒരു പാലമാണ് എഴുത്ത് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ഞാൻ എഴുതുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവര് ആ ഒരു തോന്നൽ, ആ ഏകാഗ്രതയാണ് എഴുത്തുകാരുടെ ഊർജം. ഏകാഗ്രതയാണ് എഴുതാനുള്ള ഊർജം. അതാണ് സർ മുഹമ്മദ് ഇക്ബാൽ പറഞ്ഞിട്ടുണ്ട്, ദിൽ മേരാ സാസേം ജഹാം സെ ജൽ ഗയ. എന്റെ അന്തരാത്മാവ് ജ്വലിച്ചുകൊണ്ടിരിക്കുകയാണ്, അതിങ്ങനെ മൗനമായ അഗ്നി പോലെ ആളിക്കൊണ്ടിരിക്കുകയാണെന്ന് അദ്ദേഹം ഉറുദുവിൽ എഴുതിയതാണ്. അപ്പൊ ഏകാഗ്രതയാണ് നമ്മുടെയൊക്കെ ഊർജം. അപ്പൊ ആ ഏകാഗ്രത ഇല്ലാത്തവര് എല്ലാരെയും കൂടെ ചിരിച്ചും കളിച്ചും നടന്ന് ഞാനൊരു പുസ്തകം എഴുതട്ടെ എന്ന് വിചാരിച്ച് എഴുതുന്ന ഞാൻ സെലിബ്രിറ്റി ആവുമെന്ന് ഒരിക്കലും വിചാരിക്കാതെ അങ്ങനെയുള്ളവരെ എഴുതരുത്. ശരിക്കും സമൂഹത്തിന് ഗുണം ചെയ്യണം, സത്യത്തിന്റെ തെളിനീര് അവർക്ക് സമ്മാനിക്കണം. അപ്പൊ മാത്രമാണ് നമ്മൾ എഴുത്തുകാരി സമൂഹത്തിന് ഗുണം ചെയ്യുള്ളൂ. മാം നാളെ, അതായത് 13-ാം തീയതി ഷാർജ ഇന്റർനാഷണൽ ബുക്ക് ഫെയറിൽ, ഇതിന് 2025 ബുക്ക് ഫെയറിൽ 6 പുസ്തകങ്ങൾ ഒരുമിച്ച് റിലീസ് ചെയ്യുന്നു. അങ്ങനെ 101 പുസ്തകങ്ങൾ തികയുകയാണെന്ന്. അങ്ങനെ ഒരു ധന്യ മുഹൂർത്തമാണ്. നമുക്കറിയാം നമ്മുടെ ഒരു പുസ്തകം എന്ന് പറയുന്നത് നമ്മുടെ ഒരു കുട്ടിയാണ് അല്ലെ, നമ്മൾ പ്രസവിച്ചെടുക്കുന്ന അക്ഷരങ്ങൾ പ്രസവിച്ചെടുക്കുന്ന ഒരു കുഞ്ഞാണ്. ഇപ്പൊ ഞാൻ മാമിനോട് ചോദിക്കും, 101 പുസ്തകങ്ങളില് മാം ഹൃദയത്തോട് ഏറെ ചേർത്ത് വെക്കുന്ന ഒരു പുസ്തകം ഏതെന്ന് ചോദിച്ചത് പറയാൻ പറ്റുമോ? അത് ഞാൻ ആദ്യം എഴുതിയ നോവലാണ് കേട്ടോ, ഗംഗ എന്ന് പറഞ്ഞിട്ട്. അത് അതിന് എനിക്ക് നാഷണൽ അവാർഡ് കിട്ടിയതാണ്. പിന്നെ അതിന്റെ ട്രാൻസ്ലേഷന് 2 നാഷണൽ അവാർഡ് കിട്ടി, ഹിന്ദിയിലേക്ക് മാറ്റിയപ്പോ. അത് നിത്യചൈതന്യ യതിയായിട്ടുള്ള ബന്ധത്തിന് ആധ്യാത്മികമാണ് വിഷയം. വളരെ കഷ്ടപ്പെട്ടിട്ട് എഴുതിയിട്ടോ, കാരണം നമുക്ക് ബന്ധമില്ലാത്തതാണ്. പക്ഷെ നിത്യചൈതന്യ യതിയായിട്ടുള്ള ബന്ധം കൊണ്ട് ഞാൻ ഈ ആധ്യാത്മികത മുഴുവൻ പഠിച്ചുണ്ടാക്കി എഴുതിയ നോവലാണ്. ഗംഗാതീരത്ത് നടക്കുന്ന കഥയാണ്. അപ്പൊ ഞാൻ അവിടെ യൂണിവേഴ്സിറ്റിയിൽ, ബനാറസ് യൂണിവേഴ്സിറ്റിയിൽ ഞാൻ സംസാരിക്കാൻ ക്ഷണിച്ചു പോയിരുന്നു. അപ്പൊ അവിടെ ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടെ അവിടുത്തെ ഘാട്ടുകളിലൊക്കെ അലഞ്ഞു തിരിഞ്ഞ് നടന്നിട്ട് ആണ് അവിടുത്തെ ജീവിതം, ഹിന്ദി അറിയുന്നതുകൊണ്ട് ജീവിതം മുഴുവൻ മനസ്സിലാക്കിയിട്ടാണ് ഞാൻ പുസ്തകം എഴുതുന്നത്. അപ്പൊ ആ പുസ്തകം ശരിക്കും ഞാൻ എൻ്റെ പ്രാണൻ തന്നെയാണ് ആ ബുക്ക്. പിന്നെ ഞാൻ പ്രവാസികളെ ഒരു കഥ എഴുതിയിട്ടുണ്ട്, അതാണ് സ്വർഗവാതിൽ. അഷ്റഫ് താമരശ്ശേരി എന്ന് പറഞ്ഞ ഒരാളുണ്ടല്ലോ, ഒരു വലിയ മനുഷ്യൻ, അദ്ദേഹം ഡെഡ് ബോഡി കയറ്റി അയക്കുന്ന അദ്ദേഹത്തിന്റെ ജീവിതമാണത്. കാരണം ഒരു മനുഷ്യൻ, ഏത് മനുഷ്യനും മരിക്കും. അപ്പൊ മരണഭയം ഇല്ലാണ്ടായതാണ് എനിക്ക് ആ പുസ്തകം എഴുതിയിട്ട്. അത് എഴുതി കഴിഞ്ഞ ദിവസം എനിക്ക് ഹാർട്ട് അറ്റാക്ക് വരേണ്ടതായിരുന്നു, അത്രയും. ഇപ്പൊ കസാൻ സാക്കിസ് പറഞ്ഞ പോലെ നിങ്ങളുടെ സമയത്തിൽ നിന്ന് എനിക്ക് ഇത്തിരി സമയം തരുമോ, ഞാനൊന്നത് എഴുതി തീർക്കട്ടെ എന്ന് ഞാൻ വിചാരിച്ചു പോയതാ. കാരണം അങ്ങനെ ബ്രേക്ക് ഡൗൺ ആയിപ്പോയി എഴുതുമ്പോ നമ്മള് അതിലേക്ക് വീണ് പോയിട്ടേ. അങ്ങനെ അപ്പൊ ആ ഒരു അനുഭവം മറക്കാനാവാത്തതാണ്. അങ്ങനത്തെ കുറെ ഉണ്ട്. പിന്നെ കുറെ പ്രിയപ്പെട്ട കഥകളും ഉണ്ട് കേട്ടോ, കഥകളും. അപ്പൊ MT എപ്പോഴും പറയും, സുധീരയുടെ കഥകൾ എനിക്കിഷ്ടം, എല്ലാം ഇഷ്ടമാണ്, പക്ഷെ കഥകളാണ്, കുട്ടീന്റെ കഥ ചെറുപ്പം മുതലേ ഞങ്ങൾ കാണുന്നതാണ്, കുട്ടി എഴുതുന്നത് മുതൽക്ക് ഞങ്ങൾ കാണുന്നതാണെന്നൊക്കെ. എനിക്ക് എൻ്റെ ഒരു എന്താ പറയാ ഇത് എടുക്കാൻ വേണ്ടിയേ, ബയോപിക് പ്രൊഫൈൽ, അത് എടുക്കുക, പ്രൊഫൈലല്ല,
എന്താ പറയാ, ജീവചരിത്രം പോലെ ബയോഗ്രാഫി ബയോഗ്രഫി പോലെ അത് എടുക്കാൻ വേണ്ടി അപ്പൊ എംടിന്റെ അടുത്ത് പോയിട്ട് ബൈറ്റ് കിട്ടിയിരുന്നു. ആ ബൈറ്റിൽ ഇദ്ദേഹം പറയുന്നുണ്ട് കുട്ടിന്റെ കൃതികളൊക്കെ ഇഷ്ടമല്ല, മോശമെന്നല്ല പറയുന്നത്, പക്ഷെ കഥകളാണ് എനിക്കിഷ്ടം എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ ശരിക്കും കഥ എഴുത്തുകാരിയാണ്. ആ കഥ എഴുതാനാണ് ഏറ്റവും പ്രയാസം. ഒരു കഥ എഴുതാൻ, നോവൽ ഇങ്ങനെ ഓരോരോ ചാപ്റ്റർ ആയിട്ട് എഴുതിപ്പോ ഇപ്പൊ ഞാൻ വലിയൊരു പുസ്തകത്തിന്റെ പണിപ്പുരയിലാട്ടോ. 40 ചാപ്റ്റർ എഴുതി, 40 ചാപ്റ്റർ എഴുതി കഴിഞ്ഞു. കൊൽക്കത്ത ബേസ്ഡ് ആണ് അത്. കൊൽക്കത്തയിൽ ജീവിച്ച് സഞ്ചരിച്ചിട്ട് അവിടെ നേരിട്ട് കണ്ട കാഴ്ചകൾ, അങ്ങനെ ഒരു സംഭവമാണ് അവിടെ. ഞാൻ പറയാ, ഈ ഹിന്ദി ഇത്ര നന്നായിട്ട് പറയുന്നത് എന്തുകൊണ്ടാണ്? അത് ഹിന്ദി ഭാഷയോടുള്ള അനുരാഗാണ്. പിന്നെ ഞാൻ പാട്ടുകള്, ഹിന്ദി പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ അതിന്റെ അർത്ഥം അറിയെങ്കിലും കൂടി ചില വാക്കൊന്നും കിട്ടൂല. അപ്പൊ എന്റെ അച്ഛന്റെ ജ്യേഷ്ഠനുണ്ട്, പിന്നെ കൃഷ്ണൻകുട്ടി എന്നാണ് അദ്ദേഹം, ഇതിന് ഹിന്ദി പണ്ഡിറ്റായിരുന്നു. അപ്പൊ അദ്ദേഹം എന്നോട്, ഞാൻ ചോദിക്കും ഇതിന്റെ അർത്ഥം എന്താ, ഇതിന്റെ അർത്ഥം. അപ്പൊ എന്നോട് ഇതാ ഇനി ഹിന്ദി അല്ലല്ലോ, ഉറുദു ആണ്, ഉറുദു വാക്കുകളാണ് മുഹമ്മദ് റഫി സാഹിബ് ഒക്കെ അധികം പാടിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഞാൻ ഉറുദു പഠിക്കാൻ പോയി. അങ്ങനെ ഇപ്പൊ ഉറുദു പഠിച്ചു, ഉറുദുവിൽ ഡിഗ്രി എടുത്തിട്ടുണ്ട്. അതേപോലെ ഹിന്ദിയിൽ ഇപ്പൊ സാഹിത്യാചാര്യ കഴിഞ്ഞ കൊല്ലം, 2 കൊല്ലം മുൻപാണ് സാഹിത്യാചാര്യയിൽ ഫസ്റ്റ് ക്ലാസ് ആയിട്ട് പാസ്സായത്. 3 കൊല്ലം പഠിച്ച് 3 കൊല്ലം കുട്ടികളെ കൂടെ ബെഞ്ചിലിരുന്ന് പരീക്ഷ എഴുതി. അത്രയും 4 ദിവസത്തെ പരീക്ഷയാണ്. അത്രയും എഴുതി കുത്തിരുന്ന് പഠിച്ച് മാമിനോട് സംസാരിക്കും തോറും നമുക്ക് ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾക്ക് ഭയങ്കര ഒരു മോട്ടിവേഷൻ, ഒരു ഇൻസ്പിറേഷൻ, ഒരു വ്യക്തിത്വം തന്നെയാണ്. ലാംഗ്വേജ് ഇസ് പവർ എന്നാണ് പറയുക. ഭാഷ നമുക്ക് അറിയെങ്കിൽ എല്ലാ ഭാഷയോടുള്ള അനുരാഗം നമ്മളെ കൂടുതൽ കൂടുതൽ അറിവിലേക്ക് നയിക്കും. അപ്പൊ ഞാൻ വിചാരിക്കും ഇപ്പം കബി കബി മേരെ ദിൽമേ എന്നുള്ളത് ഞാൻ പാട്ട്, ഹിന്ദി പാട്ടും ഉറുദു ഗസലുകളും, നമ്മൾ കേട്ട് പരിചയമുള്ള ഗസലുകളും ഞാൻ എന്ത് ചെയ്തു, അത് ട്രാൻസ്ലേറ്റ് ചെയ്തു. അപ്പൊ ഒരു PF ഓഫീസിലെ കമ്മീഷണർ ഉണ്ട്, എന്റെ ഹസ്ബൻഡും PF ഓഫീസിലായിരുന്നു. അപ്പൊ പ്രശാന്ത് എന്ന് പറഞ്ഞിട്ട് കമ്മീഷണറാണ് അദ്ദേഹം, ഇപ്പൊ കോയമ്പത്തൂരാണ്. അപ്പൊ അദ്ദേഹം എനിക്ക് ഇങ്ങനെ ഗസലുകൾ അയച്ചു തരും. അപ്പൊ ഞാൻ അതിന്റെ അർത്ഥം കുത്തിരുന്ന് എഴുതി. ചിലത് കണ്ടാൽ എനിക്ക് എഴുതാതിരിക്കാൻ പറ്റില്ല, അത്രയും നല്ലതായിരിക്കും. അപ്പൊ അത് ഞാൻ എഴുതി അയച്ചു കൊടുക്കുമ്പോ അദ്ദേഹം എന്നോട് പറഞ്ഞു, മാഡം എന്തായാലും പുസ്തകം എഴുതണം, ഇതൊരു പുസ്തകമാക്കണം, ഞങ്ങളെപ്പോലുള്ളവർക്ക് ഇത് പ്രിയപ്പെടും. അപ്പൊ ഞാൻ ഈ ബുക്ക് എഴുതാം. അതാണ് എന്റെ 101ാമത്തെ ബുക്ക് കേട്ടോ, കബി കബി മേരെ ദിൽമേ. അപ്പൊ അതിലിപ്പോ കബി കബി മേരെ ദിൽമേ എന്നുള്ള പാട്ട് അത് മലയാളം വേർഷനിൽ എഴുതണം. അടുത്ത ഭാഗത്ത് മലയാളിക്ക് വായിക്കാം, വലത്ത് വശത്ത് അതിന്റെ അർത്ഥം. ഞാൻ ഈ 100 പുസ്തകം എഴുതിയ അധ്വാനല്ല, അതിന്റെ 10 ഇരട്ടി ഞാൻ ഇതിനു വേണ്ടി. തീർച്ചയായും അതൊരു വല്ലാത്തൊരു ടാസ്ക് തന്നെയായിരുന്നു അല്ലേ. ട്രാൻസ്ലേഷൻ എനിക്ക് എളുപ്പമാണ്, ഞാൻ നല്ല മലയാളത്തിൽ എഴുതും. ഇത് നോക്കിയിട്ട് പിന്നെ അതിന്റെ സംഗീത സംവിധായകൻ ആരാണ് പാടിയത്, ആരെഴുതി, ഇത് 3 ഞാൻ തെരഞ്ഞു പിടിച്ച് എഴുതണം. നെറ്റിന്ന് 100 എണ്ണാണത്, 100 ഗസലുകളും ഇതുമായിട്ട് മിക്സ് ചെയ്തിട്ട് എനിക്ക് വേർതിരിക്കാൻ. 44ാമത് ഷാർജ അന്താരാഷ്ട്ര പുസ്തകമേളയിലേക്ക് പുസ്തകം പ്രകാശനം ചെയ്യാനായിട്ടാണ് മാം ഇപ്പം എത്തിയിരിക്കുന്നത്. എത്രാമത്തെ വർഷമാണ് ഷാർജ ബുക്ക് ഫെയറിൽ? ഇതിപ്പോ എത്രാമത്തെ വർഷമാണ് മാം കടന്നു വരുന്നത്? ഇത് 12ാമത്തെ വർഷമാണ്. ഈ 12 വർഷവും എൻ്റെ പുസ്തകങ്ങൾ പുതിയ പുസ്തകവുമായിട്ട് ഞാൻ വരും. അപ്പൊ അത് എനിക്ക് നവംബറിലേക്ക് തീർക്കണമല്ലോ, അതുകൊണ്ട് പുസ്തകങ്ങളൊക്കെ നവംബർ ആകുമ്പോഴേക്കും ആ വർഷം എഴുതാനുള്ള പുസ്തകം റെഡിയാവും. അപ്പൊ ഈ വർഷം ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട പുസ്തകം 101ാമത്തെ ബുക്കാണ്. 2 കഥാസമാഹാരമുണ്ട്, 2 കവിതാ സമാഹാരമുണ്ട്, ഒരു ബാലസാഹിത്യം ഉണ്ട്. ബാലസാഹിത്യം എന്ന് പറഞ്ഞാൽ ഓസ്കാർ എന്ന് പറഞ്ഞിട്ടൊരു കഥയാണ് കേട്ടോ. ഒരു നായ്ക്കുട്ടിന്റെ പേരാ ഓസ്കാർ. ആ കുട്ടിയുടെ കഥ ഒരു കുട്ടിയിലൂടെ അതിനോട് പിന്നെ സാഹിതി എന്ന് പറഞ്ഞിട്ട്, അല്ല ബാലസാഹിതി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പബ്ലിഷേഴ്സ് ചോദിച്ചിട്ട് ഞാൻ കൊടുത്താണ്. പിന്നെ ഇതില് 2 കഥാസമാഹാരം ഇറക്കിയില്ല. അത് ഒന്ന് അംഗപരിമിതനായിട്ടുള്ള ഒരാളുണ്ട്. ഓരോ ദിവസവും അയാള് മോശമായിക്കൊണ്ടിരിക്കുന്നത്. അപ്പം വീൽ ചെയറിൽ ഇരിക്കുന്ന ഒരാള് പബ്ലിഷറാണ്, ഷാജി എന്ന് പറഞ്ഞ, ഷാജി താലോറ എന്ന പേര്, കണ്ണൂരുള്ള. അപ്പൊ അദ്ദേഹത്തിന് 2 ബുക്ക് വേണമെന്നുണ്ട്, ഞാൻ കൊടുത്തു. അപ്പൊ ആ ബുക്ക് ഇവിടെ കൊണ്ടുവന്ന് റിലീസ് ചെയ്യാൻ എനിക്ക് വലിയ സന്തോഷമുണ്ട്. കാരണം ഷാജി നിസ്സഹായനായിട്ട് എണീക്കാൻ പറ്റാതെ അദ്ദേഹത്തിന് എടുത്തിട്ട് സിസ്റ്ററാണ് എല്ലാം ചെയ്തു കൊടുക്കുക. അങ്ങനെ വീൽ ചെയറിൽ ഇരുത്തിയിട്ട് കൊണ്ടുവരണം. ഇവിടെ വരണമെന്ന് മോഹം ഉണ്ടായിരുന്നു, പക്ഷെ സാമ്പത്തിക പരാധീനത മൂലം പറ്റിയില്ല. പിന്നെ എൻ്റെ ഈ 101ാമത്തെ ബുക്ക് റിലീസ് ചെയ്യാൻ വരുന്നത് പിന്നെ ഇബ്രാഹിം സുബ്ഹാൻ എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഒരു സുഹൃത്തുണ്ട്, സൗദി അറേബ്യന്ന് അദ്ദേഹം വരികയാണ് ബുക്ക് റിലീസ് ചെയ്യാൻ. അത് വലിയൊരു സംഭവമാണ്. അദ്ദേഹം എന്ന് പറഞ്ഞാല് മോട്ടിവേഷൻ സ്പീക്കറാണ്. അതേപോലെ
ഈ ബിസിനസ് ഓണേഴ്സിന് ട്രെയിനിങ് ഒക്കെ കൊടുക്കുന്ന പുതിയ പുതിയ എന്താ പറയാ പോസിറ്റീവ് വൈബ് കൊടുക്കുന്ന ഒരാളാണ്, ഭയങ്കര സ്പീക്കറാണ്. അപ്പൊ അദ്ദേഹം വരുന്നുണ്ട്, നാളെ എത്തും. അപ്പൊ അതെനിക്കൊരു സന്തോഷമുള്ള കാര്യമാണ്. നമ്മളൊരു സുഹൃത്ത് ദൂരേന്ന് വന്ന് നമുക്ക് വേണ്ടി പിന്നെ നമ്മളെ സംസാരിക്കാൻ വേണ്ടി വരുന്നു. പക്ഷെ 25 മിനിറ്റേ ഉള്ളൂ. അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന് സമയം ഉണ്ടാവില്ല. എന്നാലും അങ്ങനെയുള്ള കുറേ പേര്, ഇവിടെ ഉള്ള ഒരുപാട് പേര്, അല്ലെങ്കിൽ ഇന്നെ വലിയ വലിയ ആൾക്കാർ വേണം, ഇവിടുത്തെ എഴുത്തുകാർ വേണം, അങ്ങനെ ഞാൻ വിചാരിക്കാറില്ല. ആരാണോ അവിടെ ഉള്ളത് നമുക്ക് അവൈലബിൾ ആയത് അവരെ വെച്ച് ബുക്ക് റിലീസ് ചെയ്യും. ഇവിടുന്ന് ചെയ്യണമെന്നേ എനിക്കുള്ളൂ. ഈ 12 വർഷം എന്നെ ആളെ കണ്ടുവച്ചിട്ട് ഞാൻ ചെയ്തിട്ടില്ല. എനിക്ക് അങ്ങനെയൊന്നുമില്ല. പുസ്തകം നമ്മൾ ഇറക്കണം, ഇവിടെ വെച്ച് ചെയ്യണം, അതൊരു ഐശ്വര്യമാണ്. പിന്നെ മോഹൻകുമാർ സാറിനെ പ്രാവശ്യം കാണാൻ പറ്റിയില്ല, വലിയ സങ്കടമുണ്ട്. അദ്ദേഹത്തിന് എന്തോ ആരോഗ്യ പ്രശ്നമായിട്ട് വരാൻ പറ്റിയിട്ടില്ലല്ലോ. അപ്പൊ അതിന്റെ ഒരു ശൂന്യത നമ്മൾ അറിയാം. അപ്പൊ ഞാൻ പറയാണ്, ശിവനില്ലാതെ എന്ത് ദക്ഷയാകെന്ന്. അപ്പൊ അദ്ദേഹം ഇല്ലാതെ, ശിവനില്ലാത്തൊരു ദക്ഷയാഗാണ് ഇവിടെ നടക്കുന്നത്. എങ്കിൽ പോലും അത് ഏറ്റവും ഭംഗിയായിട്ട് ചെയ്യാനായിട്ട് അതിന്റെ ബാക്കിയുള്ള സംഘാടകർ ശ്രമിക്കുന്നു എന്നുള്ളതാണ് ഒരു വലിയ ആശ്വാസം. പിന്നെ പഴയ ഫ്രണ്ട്സിനെയൊക്കെ കണ്ടോ ഇത്തവണ വന്നിട്ട്? അതാണ്, ഇവിടെ വന്നാല് എല്ലാരും ഓടി വരും നമ്മളെ കാണുമ്പോഴേക്ക്. പബ്ലിഷേഴ്സും അതേപോലെ കുറേ ഇവിടെ ഉള്ള ആളുകൾ നമ്മൾ വരുന്ന കാത്തു നിൽക്കുന്നു. ഇന്നലെ സുനന്ദ എന്നൊരു ലേഡി വന്നിട്ട് കാത്തു നിൽക്കുകയായിരുന്നു, ഞാൻ എപ്പോഴാ മാഡം വരും, എനിക്ക് കാണണം. അങ്ങനെ അവർ കൂടെ ഫോട്ടോ എടുക്കുന്നു. അതൊക്കെ ഒരു സന്തോഷമാണ്. എല്ലാ പബ്ലിഷേഴ്സിനെയും കാണുന്നു. പിന്നെ മറ്റ് പബ്ലിഷേഴ്സ്, ഇപ്പൊ ഹിന്ദിയിലുള്ള ഒരു പബ്ലിഷർ എന്നോട് ചോദിച്ചിട്ടുണ്ട് ഹിന്ദി ട്രാൻസ്ലേഷൻ തരുമോന്ന്. അങ്ങനെ പല പല പബ്ലിഷേഴ്സുമായിട്ട് നമ്മൾ ബന്ധപ്പെടുന്നു. അതൊക്കെ വലിയ കാര്യമാണ്. ശരിക്കും പറയും ഷാർജ അന്താരാഷ്ട്ര പുസ്തകമേള എന്ന് പറയുന്നത് ഒരു വൻ വൃക്ഷമാണ് അല്ലെ, നമുക്ക് അങ്ങനെ വേണമെങ്കിൽ പറയാം. അതിന്റെ ശിഖരങ്ങളിൽ അനേക രാജ്യങ്ങളിൽ നിന്നുള്ള കഥാകൃത്തുക്കളും എഴുത്തുകാരും സാഹിത്യകാരന്മാരും വന്ന് കൂടുകൂട്ടുന്നു. ഒരു 10 ദിവസം അവരവിടെ വിശ്രമിക്കുന്നു. അതിനുശേഷം വീണ്ടും തങ്ങളുടെ കൂട് തേടി പറക്കുന്നു. അടുത്ത വർഷം വീണ്ടും വരുന്നു. അതിനുശേഷം എല്ലാവർക്കും ഒരു ഊർജ്ജമാണ്, ഒരു പുത്തൻ ഊർജ്ജത്തോടു കൂടിയാണ് നമ്മൾ തിരിച്ചു പോകുന്നത്. എല്ലാവരെയും കണ്ട് എല്ലാ ദുഃഖങ്ങളും മറന്ന് എല്ലാവരെയും സ്നേഹം അനുഭവിച്ച് അങ്ങനെ ഒരു എന്താ പറയാ, അതിരുകളില്ലാത്ത, ഭാഷയുടെ അതിരില്ലാത്ത ഒരു പിന്നെ കൂടിച്ചേരലുകളാണ്. സൗഹൃദം പൂവിടുന്ന കൂടിച്ചേരലുകളാണ്. പുതിയ പുതിയ സൗഹൃദങ്ങൾ ലഭിക്കുന്നു. പഴയ സൗഹൃദത്തിന് നമ്മുടെ ഫ്രണ്ടിന്റെ മകളാണ് അതിഥി അരുൺ എന്ന പേര്. ആ കുട്ടീന്റെ 6ാമത്തെ ബുക്കാണ് ഞാൻ റിലീസ് ചെയ്തത്. ചെറിയ വയസ്സ് മുതൽ ആ കുട്ടി ഇവിടെ ബുക്ക് റിലീസ് ചെയ്യാണ്. അവര് താമസിക്കുന്ന ദുബായിലാണ്, അൽനാദയില്. അപ്പൊ അരുണും ധന്യേന്റെയും മകളാണത്. അപ്പൊ ആ കുട്ടീന്റെ പുസ്തകമാണ്. അപ്പൊ ഒരു കുട്ടിയുടെ ഭാവന എന്ന് പറഞ്ഞാൽ എത്ര ഉന്നതമാണ്, നമ്മൾ അതിശയിക്കും. അത്രയും ഭാവനയുള്ള കുട്ടികളുണ്ടെന്ന്. ശരിക്കും ഷാർജ അന്താരാഷ്ട്ര പുസ്തകമേള എന്ന് പറയുന്നത് ഒരു പ്രായവ്യത്യാസം ഇല്ലാതെ അക്ഷരത്തെ സ്നേഹിക്കുന്ന എല്ലാവർക്കും കൂടുകൂട്ടാനുള്ള ഒരു മരച്ചില്ലയാണ്. അത് കുട്ടികളെന്നോ മുതിർന്നവരെന്നോ ഒന്നും അല്ല. അത് മാത്രല്ല, 60 വയസ്സ് കഴിഞ്ഞവരൊക്കെ എഴുതാൻ തുടങ്ങുന്നുണ്ട്. പുതിയതായിട്ട് എഴുത്തിന്റെ ലോകത്തേക്ക് വരുന്നവരുണ്ട്. എന്നാണ് മാം തിരിച്ച് നാട്ടിലേക്ക് പോകുന്നത്? ഞാൻ നവംബർ 18-നാണ്. അപ്പൊ അതിനു മുൻപ് നാളെ ഞാൻ അബുദാബിക്ക് പോകും. പക്ഷെ അതിനുശേഷം 16-ന് ഇവിടെ ഒരു പരിപാടി ഉണ്ട്, വേറെ ഷാർജ ബുക്ക് ഫെയർ അല്ല. അത് കഴിഞ്ഞ് 17-ന് പിന്നെ മരിച്ചുപോയ ഡോക്ടർ ധനലക്ഷ്മിന്റെ ഒരു കവിതാ സമാഹാരം ഒരു പിന്നെ ഇറക്കുന്നുണ്ട് അവര്. അപ്പൊ അതും കൂടെ റിലീസ് ചെയ്ത് 18-ന് ഞാൻ തിരിച്ചു പോകും. എന്തായാലും വളരെ ഒരു ടൈറ്റ് സ്കെഡ്യൂൾ ആയിരുന്നു ഇത്തവണ വന്നിട്ടെങ്കിലും അതിനിടയിലും കുറച്ച് സമയം ഞങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കാൻ ഇവിടെ എത്തിച്ചേർന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അടുത്ത ബുക്ക് ഫെയറിൽ, അടുത്ത 2026 ഷാർജ ബുക്ക് ഫെയറിൽ വീണ്ടും പുതിയ എഴുത്തുകളും പുതിയ കഥകളും ഒക്കെയായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാമെന്ന പ്രത്യാശയോടെ താങ്ക് യു സോ മച്ച് മാം. നമസ്കാരം.